One more movie from the Balaya universe. 3 നായകന്മാർ, അവർക്കൊപ്പം 3 സോങ്സ്. കുറച്ച് ആന്റി ഗ്രാവിറ്റേഷണൽ സീൻസ്, പിന്നെ 2 ഗെറ്റപ്പ്. ഇതൊക്കെയുള്ളൊരു ഫാമിലി ഡ്രാമ. ജയ് സിംഹ. അപ്പോൾ പടം തുടങ്ങുമ്പോൾ തന്നെ സ്വന്തം കൊച്ചിനെ കൊണ്ട് ഏതൊക്കെയോ നാട്ടിൽ തേരാപ്പാരം നടക്കുന്ന ഗാരുവിനെ കാണിച്ചുകൊണ്ടാണ്. ഈ കൊച്ചിനെ കൊണ്ട് നാട് മൊത്തം നടന്ന് ഓരോ പണിയും എടുത്ത് നടക്കലാണ് ഗാരുവിന്റെ പ്രധാന പരിപാടി. തന്റെ കൊച്ചിനെയൊക്കെ ആരെങ്കിലും തൊട്ടെന്നറിഞ്ഞാൽ ഗാരു അവന്മാരേക്ക് ഇടിച്ചു തെറിപ്പിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗാരു ഒരു ദിവസം ഏതോ ഒരു നാട്ടിലെ ഒരു അമ്പലത്തിൽ പോകുന്നത്. ആ സമയത്താണ് ഗാരുവിന്റെ കൊച്ച് ആ അമ്പലത്തിലെ പൂജാരി അറിയാതെ ഒന്ന് തൊടുന്നത്. അതോടെ ആ കള്ളപ്പന്നി പൂജാരി ദാ ഈ കൊച്ചിനെ തൊട്ടത് ഞാൻ അശുദ്ധമായെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വൻ അലമ്പ്. അതൊരു സമ്പ്രദായമാണ്. അപ്പോഴാണ് ആ നാട്ടിലെ ഒരു വലിയ മനുഷ്യൻ അവിടെ വന്ന് ഇടപെട്ട് ആ ശിലായുഗവാണമായ പൂജാരി ഊക്കിവിട്ട് ഗാരുവിനെയും കൊച്ചിനെയും കൂട്ടി ആ വലിയ മനുഷ്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഗാരുവിനെ അയാളുടെ വീട്ടിലെ ഒരു ഡ്രൈവറായി ജോലിക്കെടുക്കും. അപ്പൊ പിന്നെ നാളെ തന്നെ ജോലിയിൽ പ്രവേശിച്ചോളൂ. അങ്ങനെ നമ്മുടെ ഗാരു അവിടെ ഒരു ഡ്രൈവറായി പണിയെടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഗാരുവിന്റെ കാറ് നൈസായി ഒരു പോലീസ് ജീപ്പിന്റെ ബാക്കിൽ പോയി ഇടിക്കുന്നത്. അതാ പോലീസ് വന്ന് ചോദ്യം ചെയ്തപ്പോൾ ഗാരു പറയും, ഏയ് എന്റെ മേത്ത് തെറ്റൊന്നുമില്ല, നിങ്ങളാണ് നോ പാർക്കിംഗിൽ വന്ന് ജീപ്പ് പാർക്ക് ചെയ്തതെന്ന്. നോ പാർക്കിംഗിലെ വണ്ടി വിട്ട് പോലീസ് യൂണിഫോം പോട്ടും കൂടെ. പക്ഷെ ആ പോലീസുകാരൻ വിട്ടുകൊടുക്കില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ നോ പാർക്കിംഗിലൊക്കെ ജീപ്പ് പാർക്ക് ചെയ്യും, യു ആർ അണ്ടർ അറസ്റ്റ് എന്നൊക്കെ. അത് ഗാരുവിന് തീരെ ഇഷ്ടമാവില്ല. ഗാരു അപ്പൊ തന്നെ നോ പാർക്കിംഗിൽ കിടക്കുന്ന ജീപ്പ് എടുത്ത് ഒരു ഒറ്റ പൊക്കല. ലോറിയും കപ്പലൊക്കെ എടുത്തു മാറ്റുന്ന കലാശയാണ് ഞാൻ. അമ്മാതിരി പവർ. അത് കണ്ടതും അവിടുത്തെ നാട്ടുകാരൊക്കെ കൈയടിച്ച് വൻ പ്രോത്സാഹനം. അതിന്റെ ഇടയിൽ ഒരു സ്ത്രീ അവരുടെ കുഞ്ഞിന്റെ പാൽക്കുപ്പി ആ ജീപ്പിന് അടിയിലുണ്ടെന്ന് പറഞ്ഞ് അത് വന്നെടുത്തിട്ട് ഗാരുവിനോട് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പോകും. സോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗാരു പണിയെടുക്കുന്ന വലിയ മനുഷ്യന്റെ വീട്ടിലേക്ക് ഒരു കാറ് നിയന്ത്രണം വിട്ട് വരുന്നത്. അത് ഓടിച്ചിരുന്നത് മറ്റാരുമല്ല, ആ വലിയ മനുഷ്യന്റെ സ്വന്തം മോളാണ്. വഴിവിട്ട ജീവിതം കാരണം കൊക്കൈന് അടിമപ്പെട്ടൊരു യുവതി. പൗഡർ വേണോ, എനിക്ക് വേണോ. നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ, മതിലോ. ഇങ്ങനെ ഇരിക്കുകയാണ് ഇവൾ ഒരു ദിവസം പൗഡറും വലിച്ചു കയറ്റി വണ്ടി ഓടിച്ച് ഒരുത്തിനെ ഇടിച്ചു തെറിപ്പിച്ച് ആ വീട്ടിലേക്ക് കയറി വരുന്നത്. എല്ലാവരും കൂടി ഈ കുടുംബം കൊളാക്കുന്ന തോന്നണേ. തൊട്ടടുത്ത ദിവസം തന്നെ ഒരു മുട്ടൻ ഡോണ വലിയ മനുഷ്യന്റെ വീട്ടിലേക്ക് കയറി വന്ന് ആരടാ എന്റെ അനിയൻ ഇടിച്ചിട്ടെന്നും പറഞ്ഞ് അലമ്പാക്കും. അത് കണ്ടതും ഉണ്ട ചോറിനുള്ള നന്ദിയായിട്ട് ആ കേസ് നമ്മുടെ ഗാരു അങ്ങ് ഏറ്റെടുക്കും. അതോടെ അവിടെയുള്ള വില്ലന്മാരൊക്കെ കൂടി നമ്മുടെ ഗാരുവിനെ ഇടിച്ച് പിഴിഞ്ഞെടുക്കും. ഈ രക്തം ചീറ്റുന്ന അടി കഴിഞ്ഞതും ആ വലിയ മനുഷ്യന്റെ പ്രായപൂർത്തിയായ മോൾക്കും 4 പ്രാവശ്യം പ്രായപൂർത്തിയായ നമ്മുടെ ഗാരുവിനും തമ്മിൽ ഒരു ഇമോഷണൽ റൊമാൻസ് വർക്ക്ഔട്ട് ആവുകയാണ്. എന്നിട്ട് അവര് രണ്ടുപേരും കൂടി ഒരു ഡാൻസ് കളിക്കാൻ പോവുകയാണ്. ഇങ്ങനെ ആ വലിയ മനുഷ്യന്റെ മോളുടെ ഒപ്പം ഡാൻസും കളിച്ച് സന്തോഷമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്. അന്ന് ഗാരു കാർ പൊക്കെ എയറിൽ നിർത്തി നാട്ടുകാരുടെ മുന്നിൽ നാട്ടിച്ചു വിട്ട ആ പോലീസുകാരനില്ലേ, അയാൾക്ക് റിവെഞ്ച് എടുക്കണമത്രേ. സോ അതിനുവേണ്ടി ആ പോലീസ് ആ വലിയ മനുഷ്യന്റെ മോളുടെ വണ്ടി അടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ഡോണിന്റെ അനിയനെ അവന്റെ ഓക്സിജൻ പൈപ്പ് കട്ടാക്കി അതിന്റെ അറ്റം കാറിന്റെ സൈലൻസറിൽ കുത്തിവെച്ച് അതിൽ കൂടെ പുക കയറ്റി അവനെ കൊല്ലുകയാണ്. അങ്ങനെ ഈ പേരും പറഞ്ഞ് ആ പോലീസ് ഗാരുവിനെ അറസ്റ്റാക്കി കൊണ്ടുപോവുകയാണ്. ഇതേ സമയത്താണ് അനിയൻ ഡെഡ് ആയതിൽ ദേഷ്യം വന്ന ആ ഡോണ് നമ്മുടെ ഗാരുവിന്റെ കൊച്ചിനെ കിഡ്നാപ്പ് ആക്കി കൊണ്ടുപോകുന്നത്. അത് ആ പോലീസ് ജീപ്പിലിരുന്ന് കണ്ട ഗാരു ഉടനെ തന്നെ ആ പോലീസിന്റെ ജീപ്പിൽ നിന്ന് ചവിട്ടി പുറത്താക്കി ആ ജീപ്പ് ഡ്രിഫ്റ്റ് ആക്കി വളച്ചെടുത്ത് ആ വില്ലന്മാരുടെ അടുത്തേക്ക് പോവുകയാണ്. ഇതേ സമയം ആ വില്ലന്മാർ നമ്മുടെ ഗാരുവിന്റെ കൊച്ചിനെ എയറിൽ എറിഞ്ഞ് വെട്ടാൻ നിൽക്കുകയാവും. അപ്പോഴേക്കും നമ്മുടെ ഗാരു ജീപ്പും കൊണ്ട് വന്ന് അതിന്ന് ചാടി ആ കൊച്ചിനെ ക്യാച്ച് ചെയ്യും. പിന്നീട് അവിടെ ഗാരുവിന്റെ ഇടിവെട്ട് സംഘർഷമാണ്. ഒരുത്തന്റെ കണ്ണിടിച്ച് പഴുപ്പിച്ച് അവൻ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് വലിച്ചെറിയും. അങ്ങനെ ഈ അടിയൊക്കെ കഴിഞ്ഞ് ഗാരുവിന്റെ കൊച്ചിനെ എടുത്ത് പൊക്കി കളിക്കുമ്പോഴാണ് മറ്റേ പോലീസുകാരൻ വന്ന കൊച്ചിനെ കണ്ട് ഞെട്ടുന്നത്. എന്നിട്ട് ആ പോലീസുകാരൻ ആ കൊച്ചിനെ എടുത്തിട്ട് താങ്ക് യു ഗാരു, ഇതിന്റെ 2 ദിവസം മുന്നേ കാണാതായി പോയ കൊച്ചാണെന്നും പറഞ്ഞ് അവിടുന്ന് ആ കൊച്ചിനെ എടുത്ത് പോകും. ഇതേ സമയത്താണ് എവിടെ എന്റെ കുട്ടി എന്നും പറഞ്ഞുകൊണ്ട് നയൻതാരയും ആ സ്ഥലത്തേക്ക് വരുന്നത്. അപ്പൊ പോലീസ് ആ കൊച്ചിനെ നയൻസിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ദാ ആ ഗാരുവാണ് നമ്മുടെ കൊച്ചിനെ രക്ഷിച്ചതെന്ന്. അതറിഞ്ഞതും നയൻസ് നേരെ ഗാരുവിന്റെ അടുത്ത് പോയിട്ട് പറയും, ഇങ്ങനെയെങ്കിലും എനിക്ക് നിന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായാലൂടെ നാറിയെന്ന്. ഇതും പറഞ്ഞ് നയൻസ് അവിടുന്ന് പോവുകയാണ്. ആ സമയത്താണ് ഗാരുവിന്റെ ഇപ്പോഴത്തെ ചിക്ക് മറ്റേ വലിയ മനുഷ്യന്റെ മോള് വന്ന് ഗാരുവിന്റെ കൊച്ചിനെ എടുത്ത് ഗാരുവിന്റെ കയ്യിൽ കൊടുക്കുന്നത്. യെസ് ഗൈസ്, നയൻസിന്റെ കൊച്ചിനും ഗാരുവിന്റെ കൊച്ചിനും ഒരേ മുഖച്ഛായ.
അപ്പൊ ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ ഗാരുവും നയൻതാരയും പ്രേമിച്ച് ഡാൻസ് കളിച്ച് നടക്കുന്ന കാലഘട്ടം. കൊളം കര കൊളം കര. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗാരു ഒരു ദിവസം ബൈക്കുമായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നടു റോട്ടിൽ നിന്നുകൊണ്ട് ഒരു യുവ നേതാവ് ഇലക്ഷൻ പ്രചരണം നടത്തുന്നത്. അത് കാരണം ബാലയ്ക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റുന്നില്ല. എക്സാമിന് പോവേണ്ട കൊച്ചുങ്ങൾക്ക് എക്സാമിന് പോകാൻ പറ്റുന്നില്ല. ഫ്ലൈറ്റിന് പോവേണ്ട ആളുകൾക്ക് ടൈമിന് എത്താൻ പറ്റുന്നില്ല. ആംബുലൻസുകൾക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുന്നില്ല. ഇതൊക്കെ കണ്ട് ദേഷ്യം വന്ന ഗാരു നേരെ ആ പ്രസംഗം നടത്തുന്നവൻ അടിച്ച് റോഡ് ക്ലിയർ ആക്കി എല്ലാരും ഫ്രീ ആക്കി വിടുമെന്നല്ലേ നമ്മൾ വിചാരിക്കുക. എന്നാൽ അതല്ല ഉണ്ടാവുക. ഗാരു നേരെ അവിടെ ചെന്ന് ആ മൈക്ക് തട്ടിപ്പറിച്ച് നീ കൊണച്ചത് മതി, ഇനി ഞാൻ കൊണക്കാമെന്നും പറഞ്ഞ് ഒരു അരമണിക്കൂർ അവിടെ നിന്ന് അങ്ങ് പ്രസംഗിക്കും. അടിപൊളി. അങ്ങനെ ആ എക്സാമിന് പോകേണ്ടവന്റെ എക്സാം കഴിയും. ഫ്ലൈറ്റിന് പോകേണ്ടവന്റെ ഫ്ലൈറ്റ് പോകും. ആ ആംബുലൻസിൽ കിടന്നവൻ തട്ടിപ്പോകും. അവസാനം ഈ പ്രസംഗം സഹിക്കാൻ വയ്യാതെ ആ ബ്ലോക്കിൽ കുടുങ്ങിയ മനുഷ്യന്മാരൊക്കെ അവരുടെ വണ്ടി വരെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോവുകയാണ്. 1865 ரோமாபுரி நகரத்துல என்ன நடந்தது தெரியுமா? അങ്ങനെ ഈ വിഷയത്തോടു കൂടി ആ യുവ നേതാവിനും അവന്റെ ഡാഡിക്കും നമ്മുടെ ഗാരുവിനോട് വൻ ദേഷ്യമാവും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗാരു അടുത്തൊരു സോങ്ങിന് വേണ്ടി പെർമിഷൻ വാങ്ങാൻ നയൻതാരയുടെ ഡാഡിയായ പ്രകാശ് രാജിന് അടുത്ത് പോയി നിങ്ങളുടെ മോളെ എനിക്കൊന്ന് കെട്ടിച്ചു തരൂ എന്ന് ചോദിക്കണത്. അത് കേട്ടതും ആ പ്രകാശ് രാജ്, എടാ ബാല, ഒന്നല്ലെങ്കിലും നീ എന്റെ കൂടെ 5ാം ക്ലാസ് വരെ പഠിച്ചതല്ലേ, പോടാ പോയി വാർദ്ധക്യ പെൻഷൻ അപേക്ഷ കൊടുക്കാൻ നോക്കെന്നും പറഞ്ഞ് നമ്മുടെ ഗാരുവിനെ അപമാനിച്ചു വിടും. ഇതൊക്കെ കണ്ടാൽ നമ്മൾ എന്താ വിചാരിക്കുക? നയൻതാരയുടെ ഒപ്പം ഡാൻസ് കളിക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ നമ്മുടെ ഗാരു ഒരു നിരാശ കാമുകനായി മാറുമെന്നല്ലേ? പക്ഷെ അല്ല ഗൈസ്, ഗാരു അപ്പൊ തന്നെ പോയി ഗാരുവിന്റെ ഓഫീസിൽ പണിയെടുക്കുന്ന ഒരു പെണ്ണിനെ കെട്ടി ഡാൻസ് കളിക്കാൻ പോകും. അങ്ങനെ ഈ നിസ്സാര കാര്യത്തിനാണ് നയൻതാര നമ്മുടെ ഗാരുവിനായിട്ട് തെറ്റിയത്. സോ ഗൈസ്, അങ്ങനെ ഗാരു പുതിയ പെണ്ണിനെ കെട്ടി ഡാൻസ് കളിച്ച് അവൾ ഗർഭിണിയാവും. ആൻഡ് ആ ഡാൻസ് കളിച്ചു കഴിഞ്ഞതും അവളുടെ ഡെലിവറി ടൈമും ആവും. അതോടെ അവർ ആ ഡാൻസ് ഒക്കെ നിർത്തി കാർ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാവും. ഈ സമയത്താണ് അന്ന് ദേഷ്യം വന്ന യുവ നേതാവും ഡാഡിയും ഒരു ലോറി വിട്ട കാർ ഇടിച്ചു തെറിപ്പിക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും അവർ ചത്തില്ല. ഗാരു എങ്ങനെയൊക്കെ അവിടുന്ന് എഴുന്നേറ്റ് അവളെ എടുത്ത് ഒരു സൊമാറ്റോ ഡെലിവറി ബോയെ പോലെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡെലിവറി ആക്കും. ഇതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ആ പോലീസുകാരനെയും കെട്ടി നമ്മുടെ നയൻതാര പ്രസവിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അങ്ങനെ നയൻതാരയുടെയും ഗാരുവിന്റെ ഭാര്യയുടെയും പ്രസവം ആ ഹോസ്പിറ്റലിൽ ഒരുമിച്ച് നടക്കുകയാണ്. അവിടെയാണ് ഒരു ട്വിസ്റ്റ്. നമ്മുടെ ഗാരുവിനുണ്ടായത് ഒരു ട്വിൻസ് ആണ്. ബട്ട് ഗൈസ്, ഗാരുവിന്റെ വൈഫ് ആ ഡെലിവറിയിൽ ഡെഡ് ആവും. ഇങ്ങനെ കാണിക്കുന്നതാണോ ദുഃഖം? ഇവിടെ നയൻസിന്റെ കാര്യമാണെങ്കിലോ അവർക്കുണ്ടായ കൊച്ച് മരിച്ചു പോവുകയും ചെയ്യും. സോ ഇതൊക്കെ കണ്ട് വിശാല മനസ്കനായ നമ്മുടെ ഗാരു, എന്റെ കയ്യിൽ 2 ഉണ്ടല്ലോ, അതുകൊണ്ട് ഗാരുവിന്റെ ഒരു കൊച്ചിനെ നയൻതാരെ അറിയാതെ അവൾക്ക് കൊടുക്കും. എന്നിട്ട് മറ്റേ കൊച്ചിനെ കൊണ്ട് അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ്. അങ്ങനെ ഇത്രയും വിഷമങ്ങൾ ഉള്ളിലൊതുക്കിയാണ് ഗാരു ആ വലിയ മനുഷ്യന്റെ വീട്ടിലെത്തിയതും അയാളുടെ മോളോടൊപ്പം ഡാൻസ് കളിക്കാൻ തുടങ്ങിയതും. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് ഇനി പ്രസന്റിലേക്ക് വന്നാൽ മറ്റേ ഡോണിന്റെ അനിയനെ കൊന്നത് ഗാരുവല്ല, പകരം നയൻതാരയുടെ ഹസ്ബൻഡായ ആ പോലീസ് ആണെന്ന് മനസ്സിലാക്കിയ ആ ഡോൺ നയൻസിനെയും ആ പോലീസിനെയും അവരുടെ ഗാരു കൊടുത്ത കൊച്ചിനെയും ട്രാപ്പ് ആക്കി വെക്കും. ഒപ്പം ഫ്ലാഷ് ബാക്കിലെ വില്ലനായ ആ നേതാവും ഡാഡിയും കൂടെ ഉണ്ടാവും. ഇവരൊക്കെ കൂടി ഗാരുവിനെ വിളിച്ച് പറയും, നിനക്ക് നയൻസിനെയും കൊച്ചിനെയും രക്ഷിക്കണമെങ്കിൽ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് വരണമെന്ന്. ഒപ്പം തന്നെ ഗാരു കാറും എടുത്ത് ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. പിന്നീട് അവിടെ വളരെ വ്യത്യസ്തമായ ത്രിൽ മൊമെന്റ്സ് ആണ് നടക്കുന്നത്. ആദ്യം തന്നെ വില്ലന്മാര് ഗാരുവിന്റെ കാർ ഇടിച്ചിട്ട് കണ്ടെയ്നറിന്റെ ഉള്ളിൽ കയറ്റി ആ കണ്ടെയ്നറിന് തീ വെക്കും. എന്നിട്ട് പുറത്തൊരു കാറിന്റെ ബോണറ്റിൽ ആ പോലീസിനെയും ഗാരുവിന്റെ മോനെയും കെട്ടിയിട്ട് മറ്റൊരു വണ്ടിയും കൊണ്ട് ആ കാറിന് ഇടിക്കാൻ വേണ്ടി വരും. ബട്ട് ഗൈസ്, അപ്പോഴേക്കും നമ്മുടെ ഗാരു അങ്ങേരുടെ കാറും കൊണ്ട് ആ കണ്ടെയ്നർ പൊളിച്ചു വന്ന് ആ ഇടിക്കാൻ വന്ന വണ്ടിയെ ഇടിച്ചു തെറിപ്പിക്കും. പിന്നെ വില്ലന്മാരൊക്കെ കൂടി ഗാരുവിന്റെ ടയർ കൂട്ടിയിട്ട് കത്തിക്കാൻ നോക്കും. പക്ഷെ അതും പരാജയപ്പെടും. ഗാരു ആ തീയിനുള്ളിൽ നിന്നൊക്കെ കുടഞ്ഞെഴുന്നേറ്റ് ഒരുത്തിനടിച്ച് പൊടി വറുത്തു. അവസാനം വലിയൊരു യുദ്ധത്തിന് ശേഷം ആ വില്ലന്മാരെയൊക്കെ ബാലയെ കൊല്ലും. എന്നിട്ട് നയൻസിനെയും ഹസ്ബൻഡിനെയും ആ കൊച്ചിനെയും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാക്കും. അവിടുന്നാണ് വേറൊരു ട്വിസ്റ്റ്. അതെന്താന്ന് വെച്ചാൽ അവിടുത്തെ ഡോക്ടർമാർക്ക് നയൻസിനെയും പോലീസിനെയും രക്ഷിക്കാൻ പറ്റി, പക്ഷേ ആ കൊച്ചിനെ രക്ഷിക്കാൻ പറ്റിയില്ല. അതോടെ ഗാരു നയൻസിന് വേണ്ടി തന്റെ കയ്യിൽ ബാക്കിയുള്ള കൊച്ചിനെയും കൂടി കൊടുക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഗാരുവിനെ കൊണ്ട് നയൻസിന് ഒരു കൊച്ചിനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു കൊച്ചിനെ കൊടുത്തു. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോ, അർജുനൻ, ബലറാം, ബസ്താരദസ്, ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ട്രീ കമ്പഗൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനുണ്ട് രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.